മുഴുവൻ പേരെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ മകൻ റേഷൻ കാർഡ് ഒരുമിച്ചാണ്, ആ വീട്ടിൽ തന്നെയാണ് താമസം, അഡ്രസ്സ് അവിടെ തന്നെയാണ്, വോട്ട് അവിടെ തന്നെയാണ്, അതേ അഡ്രസ്സിലാണ്. ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, ഭാര്യ, മക്കൾ എന്നിവരുടെ സ്വാഭാവികമായിട്ടും ആസ്തി ഉണ്ടെങ്കിൽ കാണിക്കണം എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ കാണിക്കണം. പക്ഷെ അതിൽ മകൻ്റെ വിവരങ്ങൾ കാണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അടിമുടി ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇലക്ഷൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കളവുകൾ മാത്രം പറഞ്ഞു പോയി UDF സ്ഥാനാർത്ഥി. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ തന്നെ കേട്ടതാണ്. എനിക്ക് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാവില്ല, ഇലക്ഷൻ കൺവെൻഷൻ കാണില്ല, ചുവരെഴുതത്തില്ല, പോസ്റ്റർ വെക്കില്ല, ഇതാ പറഞ്ഞ കാര്യം. ബോർഡുകൾ വെക്കത്തില്ല, ഞാനിങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കും, നാട്ടുകാരെല്ലാം എന്നെ വേണമെന്ന് വോട്ട് ചെയ്തോണം എന്നാണ് ആദ്യം പറഞ്ഞ കാര്യം. ഇലക്ഷൻ്റെ ഉടനീളം നിങ്ങൾ നോക്ക്, കൺവെൻഷൻ ഉണ്ടായില്ലേ, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടായില്ലേ, പിന്നെ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. സ്വതന്ത്രനായിരുന്നു, UDF സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ. BJP പിന്തുണ മേടിക്കാനുള്ളൊരു ഒരു തന്ത്രപൂർവമായ നീക്കം മാത്രമായിരുന്നില്ലേ സ്വതന്ത്ര മുഖം. ഇതെല്ലാം ഉണ്ടായി എന്ന് വെച്ചാൽ അദ്ദേഹം എന്തെല്ലാം നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരോട് കള്ളം പറയുകയാണ് മൊത്തത്തിലുണ്ടായത് ആദ്യം തൊട്ട് അവസാനം വരെ. നിങ്ങൾ പറയേണ്ട കാര്യമില്ല, ഞാൻ UDF പിന്തുണയുടെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ പോവുകയാണ്, എനിക്ക് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, പോസ്റ്റർ അടിക്കും, നോട്ടീസ് അടിക്കും പറഞ്ഞ നാട്ടുകാരുടെ പ്രശ്നമുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് വേണ്ട കാര്യമല്ലേ.